സ്വർഗീയനാദം ശ്രവിക്കുവാൻ കാതോർത്തിരിക്കുന്ന താങ്കൾക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രഭാതവന്ദനം. ഈ പുതിയ ദിവസം താങ്കളുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹീത ദിവസമാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഭാര്യയെ അയാൾക്ക് ജീവനതുല്യം സ്നേഹമായിരുന്നു. തൻ്റെ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതിനനുസരിച്ച് അയാൾ വീട്ടിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഭാര്യയുടെ അധ്വാനഭാരം കുറയ്ക്കാൻ അയാൾ വളരെ ശ്രദ്ധിച്ചു. വീട്ടിലെ പരിചാരകരുടെ എണ്ണം കൂട്ടി. ഒരു കാലത്ത് വളരെ ബുദ്ധിമുട്ടി വീട്ടുചെലവ് കഴിഞ്ഞു പോകുന്ന സ്ഥാനത്ത് ഇന്ന് വീട്ടിലെ ഓരോ അംഗത്തിനും സ്വന്തം വരുമാനവും സ്വന്തം വാഹനങ്ങളുമായി. എല്ലാവരും അയാളെ മിടുക്കനെന്നും ഭാഗ്യവാൻ എന്നുമൊക്കെ കരുതാൻ തുടങ്ങി. ബിസിനസ് വളരുന്നതിനനുസരിച്ച് അയാളുടെ വിദേശയാത്രകളും വർദ്ധിച്ചു. അതോടെ അയാൾ വീട്ടിൽ കഴിയുന്ന സമയം ചുരുങ്ങി വന്നു. വീട്ടിലെത്തിയാലും ബിസിനസിന്റെ തിരക്കിൽ ഭാര്യയോടൊന്നും മിണ്ടാൻ പോലും അദ്ദേഹത്തിന് സമയമില്ലാതെയായി. ഒരിക്കൽ അയാൾ ഒരു വിദേശയാത്ര കഴിഞ്ഞെത്തിയത് 2 മാസം കഴിഞ്ഞായിരുന്നു. വിദേശത്തായിരിക്കുമ്പോൾ എപ്പോഴോ അയാൾ ഓർത്തു തങ്ങളുടെ 25ാം വിവാഹ വാർഷികം കഴിഞ്ഞുപോയല്ലോ എന്ന്. ഏതായാലും തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് വിവാഹ സമ്മാനം കൊടുക്കണം എന്നയാൾ തീരുമാനിച്ചു. അങ്ങനെ കോടികൾ മുടക്കി വാങ്ങിയ ഏറ്റവും ആധുനികമായ ഒരു കാറിൻ്റെ താക്കോലുമായിട്ടാണ് അയാൾ വീട്ടിൽ മടങ്ങിയെത്തിയത്. വീട്ടിലെത്തിയ അയാൾ സ്നേഹപൂർവ്വം ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ മാസം നമ്മുടെ വിവാഹ വാർഷികമായിരുന്നല്ലോ, നോക്കൂ, ഞാൻ നിനക്കൊരു വിവാഹ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. മനോഹരമായി പാക്കറ്റിനുള്ളിൽ പൊതിഞ്ഞ ആ കാറിൻ്റെ കീ അയാൾ സ്നേഹപൂർവ്വം അവളുടെ നേരെ നീട്ടി. കാറിൻ്റെ ആ കീ വാങ്ങിയ അടുത്ത നിമിഷം തികഞ്ഞ അവജ്ഞയോടെ അവൾ അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് രോഷത്തോടെ അവൾ പറഞ്ഞു, ആർക്ക് വേണം നിങ്ങളുടെ ഈ സമ്മാനം? ഉള്ളിൽ തട്ടിയ നൊമ്പരത്തോടെ ദൈന്യതയോടെ അവൾ തുടർന്നു, ഇതിനു പകരം ദിവസത്തിൽ 1 മിനിറ്റ് സമയം നിങ്ങൾ എന്നോടൊപ്പം ചിലവഴിക്കാൻ തന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷവതിയായേനെ. കഴിഞ്ഞ 25 വർഷമായി ഞാൻ അതിനായി കാത്തിരിക്കുകയായിരുന്നു. ഒരു തേങ്ങലോടെ അവൾ അകത്തേക്ക് ചെന്ന് തൻ്റെ ബാഗുമായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പ്രിയ സുഹൃത്തെ, സംതൃപ്തമായ കുടുംബജീവിതത്തിന് ഭൗതിക സുഖഭോഗ വസ്തുക്കളെക്കാൾ മൂല്യമായ ചിലതുണ്ട് എന്ന് നാം ഓർക്കണം. പലതും വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ ജീവിതത്തിൻ്റെ മുൻഗണനകൾ ഒരിക്കലും നഷ്ടമാകരുത്. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അന്യോന്യമുള്ള സമർപ്പണവും സാമീപ്യവുമാണ് എന്ന് നാം മറക്കരുത്. അതിനായിരിക്കണം മുൻഗണന. ദൈവത്തോടുള്ള ബന്ധത്തിലും അതങ്ങനെ തന്നെയാണ്. സങ്കീർത്തനം 16ന്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കുന്നു. കുടുംബസന്താരണത്തിനായുള്ള അധ്വാനം അനിവാര്യമാണ്. എന്നാൽ അത് ജീവിത പങ്കാളിക്കും ജീവിതം തന്ന ദൈവത്തിനും കൊടുക്കേണ്ട സമയം കവർന്നെടുത്തുകൊണ്ടുള്ള ഓട്ടമാകരുത്. ജീവിതത്തിൻ്റെ മുൻഗണനാ ക്രമങ്ങൾ നാം അറിയാതെ തെറ്റിപ്പോയേക്കാം. കാരണം നമ്മെ തോൽപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് മറക്കരുത്. നോക്കൂ, ജീവിക്കാൻ വേണ്ടിയാകണം സമ്പത്ത്, ഒരിക്കലും സമ്പത്തിന് വേണ്ടിയാകരുത് ജീവിതം. ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണോ ജീവിത വിജയത്തിനായുള്ള ഓട്ടം? എല്ലാം സാധ്യമാക്കുന്ന ദൈവത്തിൽ വിശ്രമിക്കുവാനും ആശ്രയിക്കുവാനും സമയം കണ്ടെത്തുന്നുണ്ടോ? ചോദിക്കട്ടെ, ഇന്ന് രാവിലെ താങ്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ? ദൈവവചനം ധ്യാനിക്കുവാൻ സമയമെടുത്തോ? അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതവും ഭക്തിയുള്ളൊരു ജീവിതവും താങ്കൾക്കായി ആശംസിക്കുന്നു. ദൈവം താങ്കളെ സഹായിക്കട്ടെ. പുത്തൻ പുലരിയിലെ ദൈവിക ശബ്ദം കേൾക്കൂ. സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനം ആക്കിടും താൻ. എൻ്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനം ആക്കിടും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും.